പൊന്നി ഹിറ്റ്ലറെ, എന്നെ കൊല്ലല്ലേ പ്ലീസ്. മീശയും മുഖത്തെ ഭാവവും എല്ലാം കൂടി ചേരുമ്പോ ഇയാളൊരു കൊലയാളി തന്നെയാ. ഈശ്വര, എങ്ങനെ ഈ മുറി കിടന്നുറങ്ങും? വിഷം, കയറ്, കത്തി എല്ലാം എന്നെ കൊല്ലാൻ വേണ്ടി കരുതി വെച്ചേക്കുവല്ലേ? എന്റെ ഈശ്വര, എന്നെ രക്ഷിക്കണേ. എന്താ നീ എന്താ ചെയ്യുന്നത്? എന്തിനാ നീ എന്റെ അടുത്ത് വന്നത്? എന്താടി, നീ എന്നെ കൊല്ലാൻ നോക്കിയതാണോ? ഞാനോ? അത് നിങ്ങളല്ലേ? എന്ത്? അല്ല, അത് എനിക്ക് തണുത്ത് കുറച്ച് കിടക്കാൻ വയ്യാതെ ഞാൻ ഈ ബ്ലാങ്കറ്റ് ഒന്ന് എടുക്കാൻ നോക്കിയതാ. തുടരുത്. ബ്ലാങ്കറ്റ് പോയിട്ടൊരു ഷോള് പോലും നിൽക്കാൻ പുതയ്ക്കാൻ തരില്ല. തറയിലേ തണുത്ത് കിടന്നുറങ്ങിയാ മതി നീ. നിങ്ങളൊരു മനുഷ്യനാണോ? എസിയുടെ തണുപ്പില് തണുത്ത് വിറച്ച് ഒരു പെണ്ണായി എന്നെ വെറും തറയിൽ കിടത്തി ഉറക്കിയ നിങ്ങൾ ഒരു മൃഗമാണ്. ഒരാളെ കൊല്ലാൻ പോലും നിങ്ങൾ മടിക്കില്ല. അതെ, വേണ്ടി വന്നാ കൊല്ലും. എന്റെ ദൈവമേ, അപ്പൊ ഇയാള് സമ്മതിച്ചു? ഇയാൾ ഇത്രയ്ക്ക് ദുഷ്ടനായിരിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. എന്താണ് നോക്കുന്നത്? ബ്ലാങ്കറ്റും പുതച്ച് കൂർക്കം വലിച്ച് നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാം. ഞാനിവിടെ തണുത്ത് വിറച്ച് വെറും തറയിൽ താഴെ. ഇതെങ്ങനെ പുറത്തിറങ്ങിയുണ്ടല്ലോ നിങ്ങൾ ജയിലിൽ പോവും സ്ത്രീ പീഡനത്തിന്. നിന്നെ പീഡിപ്പിച്ചതിന്റെ പേരിൽ കിട്ടുന്ന എന്ത് ശിക്ഷയും ഞാൻ അനുഭവിച്ചോളാം. അതിലും കടുത്ത ശിക്ഷയാണ് എനിക്ക് നീ. പോയി കിടന്ന് ഉറങ്ങണി ബേക്കറിക്കാരി. ഉണ്ടക്കണ്ണം വെച്ച് നോക്കുന്നുണ്ടല്ലേ ഇവിടെ. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. സൂക്ഷിക്കണം. ഇതേ ഒരു സാമ്പിള് മാത്രമാ. ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ നീ. നിങ്ങളുടെ പ്ലാനും പദ്ധതിയും തയ്യാറെടുപ്പും ഒക്കെ എനിക്ക് മനസ്സിലായി. ദയവായിട്ട് എന്നെ എല്ലാം കാട്ടി തന്നിരിക്കുക. എന്താ? ഒന്നുമില്ല, നിങ്ങളെ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറയായിരുന്നു. അതെ, നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ ഞാൻ എന്തും ചെയ്യാറുള്ളൂ. എന്റെ മുത്തപ്പ, ഈ ചെകുത്താൻ എന്റെ ചോര കുടിക്കും ഉറപ്പാ. ഉഗ്രവീര മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹഭീഷണം ഭദ്രാം മൃത്യു മൃത്യു നമാഹി മൃത്യു മൃത്യു നമാമി. ഉഗ്രവീര മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമാമി. കാത്തിരക്ഷിക്കണേ. എന്തൊരു തണുപ്പ്. ഞാനിപ്പോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ വേലക്കാരിയോടാ. എന്തോന്നാ ഒന്നുകൂടി പറഞ്ഞേ.
ഒരു കാര്യം ഒന്നിലധികം തവണ ആവർത്തിച്ച് പറയുന്ന ശീലം എനിക്കില്ല. ഇന്നു മുതൽ നീ തന്നെ അവിടുത്തെ വേലക്കാരി. ഞാനോ? എന്താ കുറച്ചിൽ തോന്നുന്നുണ്ടോ? ഈ അമരാവതിയിലെ തുണികൾ കഴുകാൻ വരുന്ന ജോലിക്കാരി ആവണമെങ്കിൽ പോലും അതിനൊരു യോഗം വേണം. അയ്യാ, ഇത് അമേരിക്കൻ പ്രസിഡന്റിന്റെ കൊട്ടാരം ഒന്നല്ലല്ലോ. ഈ ഹിറ്റ്ലറിന്റെ ഡ്രാക്കുള കൊട്ടാരം തന്നെയല്ലേ. ഇവിടുത്തെ വിഴുപ്പലക്കി അത്രയ്ക്ക് അഭിമാനം കൊള്ളേണ്ട കാര്യമൊന്നും എനിക്കില്ല. അങ്ങനെയുള്ള ഒരു സൗഭാഗ്യവും എനിക്ക് വേണ്ട. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? കാണാൻ സുന്ദരിയായ 10ാം ക്ലാസ് പാസ്സായ എന്നെ വെറുമൊരു വേലക്കാരി എന്ന് വിളിക്കാൻ നാണാവുന്നില്ല നിങ്ങക്ക്? ഒരിക്കലുമില്ല. മറിച്ച് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. നിന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒരു ജോലി തരാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ഇത്രയും തുണി അലക്കിയേക്കണം. അയ്യാടാ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയോ അല്ല വേലക്കാരിയോ അല്ല. അതിനേക്കാൾ താഴെയാണ് നീ. എന്നെ ചതിച്ച് ഭാര്യയായോളാ നീ. 3rd റേറ്റ് പെണ്ണുങ്ങൾ പോലും അത്തരമൊരു ചതി ചെയ്യില്ല. അവരൊക്കെ നിന്നേക്കാൾ ഡീസന്റായ ആൾക്കാരാ. ഹലോ ഹലോ, നിങ്ങൾ എന്നോട് ചതിയെ പറ്റി ഒരു വാക്ക് സംസാരിച്ചു പോയത്. അതിനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കില്ല. എന്റെ അനിയത്തെ കിഡ്നാപ്പ് ചെയ്ത് എന്നെ ചതിച്ചവനാ നിങ്ങള്. ഇങ്ങനെ മീശ വിരിച്ച് കാണിച്ചാലൊന്നും ആരും പേടിക്കൊന്നുമില്ല. എന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് വെച്ച് നിങ്ങളുടെ അടിമ പഠിക്കൊന്നും എന്നെ കിട്ടില്ല അല്ലേ? എന്റെ 7 നിബന്ധനകൾ നിനക്കറിയാമായിരുന്നില്ല. ഇപ്പോഴും അതിനൊരു മാറ്റവും ഇല്ല. എനിക്കിങ്ങനെ നിന്നോട് പെരുമാറാൻ പറ്റൂ. എന്നുവെച്ചാ നിങ്ങളുടെ മുമ്പിൽ തല കുനിച്ച് അടിമയെ പോലെ ഞാൻ ജീവിക്കണമെന്നാ? എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഇതെല്ലാം കൂടി എടുത്ത് വാഷിംഗ് മെഷീനിൽ കൊണ്ടിടേണ്ടി വരും. പിന്നെ നിർബന്ധമാണെങ്കിൽ ഞാൻ പോയി ഇവിടെ ഏതെങ്കിലും ഒരു സെർവന്റിനെ വിളിച്ചോണ്ട് വരാം. നീ വന്നതോടുകൂടി ഞാൻ അവരെ അങ്ങ് പിരിച്ചുവിട്ടു. തൽക്കാലം ഞാൻ ഇവിടെ ഒരു ജോലിക്കാരിയെ വെക്കുന്നില്ല. ഇനി ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ജോലിക്കാരിയായി നിന്നെ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓഹോ, അത്രയ്ക്കായോ? നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം? അല്പന ഐശ്വര്യം വന്ന അർദ്ധരാത്രി കൊടപിടിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ നേരിട്ട് കണ്ടു. അതെ, ഞാൻ അല്പന. അതുകൊണ്ട് വെറും കൂടെയല്ല, ചിലപ്പോ മുത്തുക്കുട തന്നെ പിടിച്ചോന്ന് വരും. വീട്ടുജോലിക്കാരെ അതറിയണമെന്നില്ല. എന്റെ നാക്ക് വല്ലാതെ ചൊറിഞ്ഞു വരുന്നുണ്ടേ. ജോലിക്കാരിയാണ് പോലും. എനിക്ക് മര്യാദ ഉണ്ടോ എന്നോട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഇത് നിങ്ങൾ കിട്ടിയ താലിയല്ലേ? ചതിച്ചു കിട്ടിച്ചെന്ന് പറയണം. ഈ ലോകത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ ചതിയത്തി നീയാ. ചതിയ നിങ്ങളാ? എന്റെ അനിയത്തിയെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ട് ഇപ്പൊ എന്നെ ചതിയത്തിന്ന് വിളിക്കുന്ന നിങ്ങളാണ് ഭൂലോക ചതിയൻ. അതെ, നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ തുണി അലക്കാൻ എന്നെ കിട്ടില്ല, കിട്ടില്ല, കിട്ടില്ല. പോയോ? ഇയാൾ എന്തോ ഈ നോക്കുന്നു? ഒളിപ്പിച്ചു വെച്ച കത്തിയും കയറും എടുക്കുവാണോ എന്റെ ഈശ്വര? എന്തേത് പ്രമാണോ? ഓ, നിങ്ങളുടെ സ്വത്ത് കാട്ടി വീണ്ടും എന്നെ പ്രലോഭിപ്പിച്ച് ഈ തുണി അലക്കാനുള്ള പരിപാടിയാ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. തുണി അലക്കാൻ വയ്യെങ്കിൽ നീ ഇതിലൊരു ഒപ്പിട്ടാലും മതി. എന്തേത്? മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ. എന്താ? എന്താ അങ്ങനെയൊന്നും കേട്ടിട്ടില്ലേ? പരസ്പരമുള്ള സമ്മതപ്രകാരം നമ്മൾ തമ്മിൽ പിരിയാനുള്ള എഗ്രിമെന്റ്. ഇതിൽ ഞാനും ഒപ്പുവയ്ക്കാം. എന്നിട്ട് കുടുംബ കോടതിയിൽ കൊടുക്കാം. ഓഹോ, നീ എന്താടി ഈ കാണിക്കുന്നത്? തുണിയടിച്ച് കീറാനല്ല, വൃത്തിയായിട്ട് കഴുകാനാ DK നിന്നെ ഏൽപ്പിച്ചത്.
ഇപ്പൊ മുമ്പ് എന്തായിരുന്നു നെഗളിപ്പ്? അമരാവതിയിലെ അമ്മായിയമ്മയാണ് പോലും. കൊള്ളാം, അമ്മായിയമ്മയ്ക്ക് പറ്റിയ പണി. അതിന് പണി കിട്ടി തുടങ്ങിയിട്ടല്ലേ ഉള്ളു താരേച്ചി. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അല്ല, ഇപ്പോഴാ ഞങ്ങളുടെ അമ്മായിയമ്മയെ കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നത് അല്ലേ മായേച്ചി? ആ ആദർശ ഭാര്യയല്ലേ, ചെയ്യട്ടെ. എന്തായാലും ഇതുപോലൊരു കാഴ്ച കാണാൻ സാധിച്ചല്ലോ. പരമഭാഗ്യം. എന്നെ ചൊറിയാൻ നിൽക്കാതെ മര്യാദയ്ക്ക് സ്ഥലം വിട. ഇല്ലെങ്കിൽ ഈ തുണി പോലും എടുത്തിട്ട് അലക്കും ഞാൻ 3 എണ്ണത്തിനെ. കണ്ടില്ലേ മായേച്ചി അവളുടെ ദേഷ്യം? നീ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇത് ചെയ്തേ പറ്റൂ. വേണമെങ്കിൽ ഇതിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. എന്ത് ടിപ്പ്? DK ചതിച്ച് കല്യാണം കഴിച്ചത് നീയാണെന്ന് സമ്മതിച്ച് ഞങ്ങളോടെല്ലാം മാപ്പും പറഞ്ഞ് നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോ. അതാ നിനക്ക് നല്ലത്. 3 എണ്ണത്തിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി കേട്ടാ. പക്ഷേ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കുന്ന ശീലം ഈ ജ്യോതിക്കില്ല. നിന്റെ ഭർത്താവിന് നിന്നോടുള്ള സ്നേഹം ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോ എന്തായിരിക്കും? പട്ടാ പകൽ അങ്ങേര് ഇവളെ കൊണ്ട് നക്ഷത്രം എണ്ണിക്കും. അയ്യോ, വേഗം ആവട്ടെ. ഇത് കഴിഞ്ഞിട്ടേ ഞങ്ങളുടെ തുണി തരാം. അത് നിന്റെ ജോലിയാ. അയ്യടാ, അവള് കഴുകിക്കാൻ വന്നിരിക്കുന്നു. പൂച്ചയുടെ മുഖമുള്ള മരുമോളെ, നിന്നെ ഞാന് എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. ദേ, മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ 3 എണ്ണത്തിനെ എടുത്ത് അലക്കി വെളുപ്പിക്കും ഞാൻ പറഞ്ഞേക്കാം. അലക്കി അലക്കി ഇവളുടെ നടുവൊടിയട്ടെ. ഓൾ ദി ബെസ്റ്റ് അമ്മായിയമ്മ. അതെ, ഇത് കഴിഞ്ഞിട്ടങ്ങ് വാ, ഞങ്ങളുടെ വക വേറെ തരാം. വാ മായേച്ചി. ഞാന് വന്നേക്കുന്നു 3 പേക്കോലങ്ങൾ. അയ്യാ, അങ്ങേരുടെ ഒരു കോട്ടും പത്രാസും ഇപ്പൊ കാണിച്ചേരാട്ടാ. ഇത് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഇപ്പോ ഈ കോട്ടിട്ട് ഹിറ്റ്ലർ ഗമ കാണിക്കണ്ട. ഇത് വഴി കിടക്കട്ടെ. പാട്ടവിളക്ക്, കുപ്പി, പഴയ പാത്രങ്ങൾ വിൽക്കാനുണ്ടോ? അമ്മാ, പഴയ പാത്രങ്ങൾ വിൽക്കാനുണ്ടോ? Action talk and no one bag them out. Cause we run the east, west, the north and south. Make them know say that them can't get me out. Anything that them hear, I will talk about. Action talk and no one bag them out. Cause we run the east, west, the north and south. Make them know say that them can't get me out. Anything that them hear, I will talk about. DK. പൊട്ടിയ ബക്കറ്റ്, പഴയ പാത്രം, കുപ്പി, പ്ലാസ്റ്റിക് വല്ലതും വിൽക്കാനുണ്ടോ ചേച്ചി? ചേച്ചിയോ? തനിക്ക് ഈ കോട്ട് അവിടെ നീട്ടി മോഷ്ടിച്ചതാണോ? അന്തസ്സായി പാട്ടവർക്ക് ജീവിക്കുന്ന എന്നെ കള്ളനാക്കരുത് കേട്ടോ. ഞാൻ നിങ്ങളുടെ അസോസിയേഷൻ പരാതി കൊടുക്കും. താരെ, നീ എന്തിനാ എന്നെ വിളിച്ചേ? കണ്ടില്ലേ, DKയുടെ കോട്ട് ആക്രിക്കാരൻ ഇട്ടിരിക്കുന്നു. എന്താ ഇവിടെ? ഭിക്ഷക്കാരി ഈ കോമ്പൗണ്ടിനകത്ത് കേട്ടതെന്ന് പറഞ്ഞില്ലേ? അല്ല, നീ എന്താ പകരം വീട്ടാണോ? മെല്ലെ, സാവധാനം തടപടി.
ബേക്കറിക്കാരി. മസാജ് ചെയ്യുമ്പോ ഉറങ്ങാൻ പാടില്ല. അതെ, സമയം കുറയായി ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാനൊരു മെഷീൻ അല്ല, ഒരു മനുഷ്യ സ്ത്രീയാ. എനിക്ക് കൈ കഴിക്കുന്നു, ഉറക്കം വരുന്നു. ഇതിൽ കൂടുതൽ ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് എന്താ പറ്റുന്നത്? എന്തെങ്കിലും ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റൂ? മിക്കവാറും ഇയാളെ ഞാൻ കട്ടിലിൽ നിന്ന് വലിച്ച് താഴെയിടും. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഇയാളോട് ആരാ പറഞ്ഞേ? നീ എന്താടി എന്നെ മനസ്സിൽ ചീത്ത പറയാണോ? എനിക്കങ്ങനെ ആരെയും ചീത്ത പറയുന്ന ശീലമൊന്നുമില്ല. ആ, ഞാനങ്ങനെ ആരുടെയും ചീത്ത കേൾക്കാൻ നിന്ന് കൊടുക്കാറുമില്ല. എന്നാ പിന്നെ ഒന്ന് മിണ്ടാതിരിക്കാവോ? എന്നാലേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ സംസാരിച്ച് ശല്യപ്പെടുത്തിയാ ഞാൻ ഇട്ടേച്ച് എന്റെ പാട്ടിനങ്ങ് പോകും. എന്തൊരു അഹങ്കാരി അവൾ! എന്തൊരു ജാടേ ഇയാൾക്ക്! ഈ ചെകുത്താൻ ഉറക്കം വരുന്നില്ലേ? നേരം വെളുക്കുന്നത് വരെ എന്നെ കൊണ്ട് ഇയാള് കാല് തിരുമിക്കുവോ എന്തോ. എന്തൊരു ജന്മം ഇയാളുടേത്! അല്ലെങ്കിലും ചെകുത്താന്മാർക്ക് രാത്രി ഉറക്കമില്ലല്ലോ. തനി ഡ്രാക്കുള ഇയാള്. ഈശ്വരാ, ഈ ശിക്ഷയെന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? കുറച്ചു നേരം കൂടി കാല് തിരുവട്ടെ, എങ്കിലേ അവളുടെ അഹങ്കാരം കുറച്ചൊന്ന് അടങ്ങും. ഒരു ജോലി ഏൽപ്പിച്ച ഇരുന്ന് ഉറക്കൊന്നുമാണ് വേണ്ടത്. മര്യാദയ്ക്ക് മസാജ്. ഉത്തരവാദിത്തമില്ലാത്തൊരു സാധനം. കാണിച്ചു കൊടുക്കാൻ ഞാൻ. അങ്ങനെ ഇപ്പൊ സുഖിച്ചുറങ്ങണ്ട. നിന്റെ മാരേജ് കഴിഞ്ഞു, ഇവൾ നിന്റെ വൈഫായി ഈ വീട്ടിലും വന്നു. പക്ഷെ അത് കഴിഞ്ഞ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം. ഇങ്ങനെ വളഞ്ഞു പിടിക്കാതെ പറയാനുള്ളത് നേരെ ചൊവ്വേ പറഞ്ഞാ പോരെ അമ്മേ? കല്യാണം കഴിഞ്ഞാൽ ഈ തറവാട്ടിലെ ആളുകൾ തെറ്റിക്കാത്ത ഒരു പതിവുണ്ട്, അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ല, ഇതുവരെ അമ്മ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചില്ലേ? എനിക്ക് എതിർപ്പുള്ള കാര്യം പോലും അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടില്ലേ? അതുപോലെ അല്ല മോനെ, ഇത് കുലദൈവത്തെ തൊട്ടുള്ള കളിയാ, അത് ഓർമ്മ വേണം. മനസ്സിലായില്ലേ? നരസിംഹമൂർത്തി വാഴുന്ന കുടുംബക്ഷേത്രമാണ് നമ്മുടേത്. കുടുംബത്തിൽ വിവാഹം കഴിക്കുന്ന ആണുങ്ങൾ ചെയ്യേണ്ട ചില ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളുടെ കാര്യ ഞാൻ പറഞ്ഞു വന്നത്. എന്ത് ചടങ്ങുകളാണ് ഞാൻ ചെയ്യേണ്ടത്? അമ്മ പറയൂ, ഞാനെല്ലാം ചെയ്യാം. ചെയ്യേണ്ട നീ ഒറ്റയ്ക്കല്ല, നിങ്ങൾ രണ്ടുപേരും കൂടിയാ. ഇവളും ഞാനും കൂടെ ഒരുമിച്ചോ?
എന്നെ ചതിച്ച് വിവാഹം കഴിച്ചുള്ള കൂടെ കുടുംബക്ഷേത്രത്തിലെ ചടങ്ങുകൾ ചെയ്യാൻ എനിക്ക് പറ്റില്ല. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കല്യാണം കഴിച്ച് നിങ്ങളുടെ കൂടെ ഒരു പൊങ്കാലിടാനും എനിക്കും താല്പര്യമില്ല. താങ്ക്സ്. ആ ഡിസ്റ്റൻസേ എപ്പോഴും കീപ്പ് ചെയ്യണം. ഓ ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ ആവാലോ. ദാ ഇത്രയും ഡിസ്റ്റൻസ് മതിയോ? പെർഫെക്റ്റ്. പക്ഷേ എപ്പോഴും വേണം. ബേട്ടാ, വാട്ട് ഈസ് ദിസ്? കുട്ടികളി നിർത്ത്. മദർ പറഞ്ഞത് ആദ്യം കേൾക്ക്, പിന്നെ വഴക്കിടാം. അമ്മ പറയേ. നീയും ജ്യോതിയും കൂടെ നരസിംഹമൂർത്തിയെ പോയി തൊഴണം, നേർച്ചകൾ നടത്തണം, ദാനധർമ്മങ്ങൾ ചെയ്യണം, വസ്ത്രദാനവും അന്നദാനവും നടത്തണം. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്താലും പോരെ? പോരാ. ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ഷോപ്പിങ്ങിന് പോണം. മുതിർന്നവർക്കും കുടുംബത്തിലെ മറ്റുള്ളവർക്കും കൊടുക്കാനുള്ള വസ്ത്രങ്ങൾ വാങ്ങണം. പിന്നെ ജോജിയുടെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും പ്രത്യേകിച്ച്. സോറി അമ്മേ, ഇവിളെയും കൊണ്ട് ഞാൻ ഒരിടത്തും ഷോപ്പിങ്ങിന് പോവില്ല. ഓ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വരണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല. അമ്മേ, അമ്മ വേണമെങ്കിൽ എന്റെ കൂടെ വരും. നിങ്ങൾ മരുമക്കളും പോന്നോളൂ. പക്ഷേ ഇവിടെ വരണ്ട. എന്താ മൈസൻ, കൊച്ചുകുട്ടികളെ പോലെ. കല്യാണം കഴിഞ്ഞ പിന്നെ മാത്രല്ല വൈഫാ എല്ലാത്തിനും കൂടെ വേണ്ടത്. ഇവള് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? കള്ളക്കല്യാണം നടത്തി വന്നവൾ. ഭാര്യ എന്ന സ്ഥാനം മാത്രം നൽകാം. പക്ഷേ യഥാർത്ഥ ഭാര്യയുടെ അംഗീകാരവും പരിഗണനയും നൽകാൻ എനിക്ക് പറ്റില്ല. ദേവാ, പറയുന്നതിനൊരു പരിധിയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ തന്നെയാ ജീവിതകാലം മുഴുവൻ നിന്റെ ഭാര്യയായി കൂടെ ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വാശിക കളഞ്ഞ് ഷോപ്പിങ്ങിന് പോകാൻ നോക്ക്. അമ്മ റെഡിയാവോ? നമുക്ക് പർച്ചേസിങ്ങിന് പോവാം. പക്ഷെ ഇവിടെ വരണ്ട. അത് പറ്റില്ല. ഇവളും വരണം. ഇവള് വന്നാൽ ഞാൻ വരില്ല. അല്ലെങ്കിൽ അമ്മ ഇവിടെയും കൂട്ടി പോകും. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നോ, നീയും വരണം. പറ്റില്ലമ്മേ. നമ്മൾ ഒരുമിച്ച് പോകുന്നു, പർച്ചേസ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ പോയി കുടുംബക്ഷേത്രത്തിലെ നേർച്ചകൾ ചെയ്യുന്നു. അത് മതി. മോനെ, പുതിയ മരുമകള് വന്നപ്പോഴേക്കും അമ്മ ഞങ്ങളെല്ലാം മറന്നു. അതെ, എന്റെ മരുമകളെ ഞാൻ ഷോപ്പിങ്ങിന് കൊണ്ടുപോകും. നിങ്ങളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകണമെങ്കിലേ നിങ്ങളുടെ അമ്മായിമ്മ ദേ നിൽക്കുന്നു. ഇവള് കൊണ്ടുപോകും. ഇവളോ? കൊള്ളാം. അമ്മ തമാശ പറയാണോ? ഞങ്ങൾ ഇവളുടെ കൂടെ ഒരിക്കലും ഒരിടത്തും പോവില്ല. അമ്മയ്ക്ക് ഇവളെ മരുമകളായി കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഇവളെ അമ്മായിയമ്മയെ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? ഞാൻ റെഡിയാ നിങ്ങളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോവാൻ. നിങ്ങൾ എന്നെ അമ്മായിയമ്മയെ അംഗീകരിക്കുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളെ എന്റെ മരുമക്കളായി തന്നെ അംഗീകരിച്ചിരിക്കുക. പോരെ? അമ്മ വേറൊന്നും വിചാരിക്കരുത്. ഞങ്ങളുടെ അമ്മായിയച്ഛൻ ഇവളെ ഭാര്യയായി അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളെങ്ങനെ അംഗീകരിക്കും? ഇതിന് ഭേദം ട്രെയിനിന് തല വെക്കുന്നത്. ബേട്ടാ, ഞാൻ ഇനി ഒരു ഓട്ടോയ്ക്ക് പൊക്കോളാം. അല്ല, എന്നാ പിന്നെ പൊയ്ക്കോ ബേട്ടാ. ഹാപ്പി ഷോപ്പിംഗ്. അമ്മ എന്താ എനിക്ക് പണിഷ്മെന്റ് എന്നാണോ? നോ 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 നോ, ഇത് പണിഷ്മെന്റ് അല്ല, നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്ത് റെസ്പോൺസിബിലിറ്റി? അവൾക്ക് ഡ്രസ് വാങ്ങിക്കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും എനിക്കില്ല. ഓഹോ, അത് ശരി. കല്യാണം കഴിഞ്ഞ പിന്നെ ഭാര്യയ്ക്ക് തുണി വാങ്ങിച്ചു കൊടുക്കേണ്ടത് ആരാ? ഭർത്താവാടോ ഹിറ്റ്ലറെ? എനിക്ക് ശരിക്കും വട്ടാണ്. ദേവാ, അമ്മ പറയുന്ന കേൾക്ക്. നീ പോയിട്ട് വാ. ബായ് മോനെ. ബായ്.
എന്റെ വേദി. മൈ ലിറ്റിൽ കണ്ണാ, ഇനി എല്ലാം നിന്റെ കയ്യിലാ. ഇനിയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ എനിക്ക് വയ്യ പ്രിയ. എനിക്ക് മടുത്തു. അവൻ എന്നെ ഒരിക്കലും ചതിക്കില്ല. എന്നെ അവന് അത്രയ്ക്ക് ഇഷ്ടമാ. അവിനാശിന്റെ ജീവിതം ആ സ്ത്രീ കാരണം തകർന്നുകൊണ്ടിരിക്കുക. ഒരു വല്ലാത്തൊരു സാഡിസ്റ്റ് ആ സ്ത്രീ. അവരുടെ ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടനെ അവിനാശ് എന്നെ വിവാഹം കഴിക്കും. പ്രിയയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അറിയാത്ത എന്തോ ഒന്ന് പ്രിയയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവിനാശിന്റെ സാമീപ്യവും പെരുമാറ്റവും അവളെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നുണ്ട്. ഇവളുടെ മനസ്സിലെന്താണെന്ന് പറയിച്ചേ പറ്റൂ. പ്രിയമോളെ, എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ലമ്മേ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ നീ. ഞാൻ അറിയാതെ എന്താ സംഭവിച്ചത്? ആ പോലീസുകാരൻ എന്തിനാ നിന്നെ കാണാൻ വരുന്നത്? പറയടി. എനിക്കറിയില്ല. ദേ, അങ്ങനെ പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട നീ. നിന്റെ ഈ പ്രായവും കടന്നു വന്നവളാ ഞാൻ. അതുകൊണ്ട് ഒളിച്ചു വെക്കാൻ ശ്രമിക്കണ്ട. ഒന്നുമില്ല. കേസിന്റെ കാര്യത്തിന് വന്നതാണെന്നല്ലേ അയാൾ പറഞ്ഞത്. വേറൊന്നും എനിക്കറിയില്ല. നിക്ക്. മോളെ, നിന്റെ അമ്മയാ ഞാൻ. നിന്നോട് ദേഷ്യപ്പെട്ടല്ല അമ്മ ചോദിക്കുന്നത്. നിന്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് സംഭവിച്ചാ അത് തിരുത്താൻ ഈ അമ്മ കൂടെ നിൽക്കും. പക്ഷേ ഒളിച്ചു വെക്കരുത്.